ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചു. വാഹന വിപണിയിൽ മത്സരം മുറുകും. മാരുതി സുസുക്കി അടക്കം ഇന്ത്യൻ കമ്പനികളുടെ ഓഹരി വിലയിൽ കനത്ത ഇടിവ്. മെഴ്സിഡീസിനും BMW-നും മാത്രമല്ല, മരുന്നുകൾ, വൈൻ അടക്കം 90% യൂറോപ്യൻ ഇനങ്ങൾക്കും ഇന്ത്യയിൽ വില കുറയും. കയറ്റുമതിക്കാർക്ക് പുതിയ അവസരങ്ങൾ. വ്യാപാര ചുങ്കം കൊണ്ട് മെരുക്കാൻ നിന്ന അമേരിക്കയ്ക്ക് കലിപ്പ്. വെള്ളിയാണ് ഇന്നത്തെ താരം. ഒറ്റയടിക്ക് വില കയറിയത് 7% വരെ. വില സർവകാല റെക്കോർഡിൽ. ഇന്ത്യയിൽ കിലോഗ്രാമിന് ശരാശരി 3,64,820 രൂപ. ചെന്നൈയിലും കോയമ്പത്തൂരിലും കച്ചവടം നടന്നത് 3,25 ലക്ഷത്തിനു വരെ. സ്വർണ്ണാഭരണ വിലയിൽ മാറ്റമില്ല. അമേരിക്കയിലെ കോഴക്കേസ് നടപടികൾ വിഷയമല്ലെന്ന പ്രസ്താവനയുടെ അകമ്പടിയോടെ അദാനി ഗ്രൂപ്പ് ഓഹരികൾക്ക് ഇന്ന് കയറ്റം. വിമാന നിർമ്മാണത്തിന് ബ്രസീലിന്റെ എംബ്രയറുമായി പങ്കാളിത്ത കരാർ ഒപ്പുവെച്ചതായി പ്രഖ്യാപിച്ച് അദാനി ഗ്രൂപ്പ്. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച വരാനിരിക്കെ കൂട്ടലും കിഴിക്കലും തകൃതി. GST ഇളവും മറ്റുമായി നേരത്തെ പ്രയോജനം കിട്ടിയ മിഡിൽ ക്ലാസിന് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നിഗമനം. വ്യാപാര യുദ്ധകാലത്ത് സാമ്പത്തിക അച്ചടക്കത്തിനാവും ഊന്നൽ. കേരളമടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങൾ പ്രലോഭന പ്രതീക്ഷയിൽ. അവധിയും പണിമുടക്കും മൂലം തുടർച്ചയായി 4 ദിവസം തടസ്സപ്പെട്ട ബാങ്ക് പ്രവർത്തനം നാളെ സാധാരണ നിലയിലേക്ക്. പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ആക്കണമെന്ന ആവശ്യവുമായി യൂണിയനുകൾ ഇന്ന് നടത്തിയ സമരം മിക്കവാറും പൂർണ്ണം. ഈ ആഴ്ച പ്രവൃത്തി ദിനം 4. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.